പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ വിജയ ചിഹ്നമായിട്ട് നിലകൊള്ളുന്നത് ഒന്നെന്താണ്? ദിവ്യശംഖമാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ദിവ്യശംഖം ഏതൊക്കെയാണ്? ഭഗവാൻ, പാഞ്ചജന്യം, അതുപോലെ ധനഞ്ജയൻ. ഏതാണ് ധനഞ്ജയൻ എന്ന് പറയുമ്പോൾ അർജുനൻ ദേവദത്തം മുഴക്കി. ഇനി പൗണ്ഡ്രം ആരുടെ ശംഖാണ്? ഭീമൻ അല്ലെ. ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന വൃക്കോദരനായ ഭീമസേനന്റെ ശംഖമായ പൗണ്ഡ്രവും മുഴക്കിയതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിലും അതുപോലെ മറ്റുള്ള പലരും അവരവരുടേതായ പൃഥക് എന്നാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഓരോ ആളുടെയും ശംഖുകൾ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതില് കുന്തിപുത്രൻ ആയിട്ടുള്ള യുധിഷ്ഠിരനാണ് ഇവിടെ കുന്തിപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പലയിടത്തും കുന്തിപുത്രൻ എന്ന് പറഞ്ഞിട്ട് കൗന്ദയ എന്നൊക്കെ പറഞ്ഞ അർജുനനെ പറയുമായിരുന്നു. പക്ഷെ ഇവിടെ ആ ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? യുധിഷ്ഠിരനാണ്. അപ്പൊ യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ശംഖം മുഴക്കി. ഇനി നകുലനും സഹദേവനും കുന്തിപുത്രന്മാര് തന്നെയാണ്, എന്നാലും യഥാർത്ഥത്തിൽ അത് മാദ്രിയുടെ പുത്രന്മാരാണ് അല്ലെ. ഇപ്പൊ നകുലനും സഹദേവനും അവരുടെ ശംഖങ്ങളായ സുഘോഷവും മണിപുഷ്പകം ആ 2 ശംഖുകള് മുഴക്കി. ഇനി എന്താണ് പറയുന്നത്? കാശി രാജാവ്, കാശിശ്ച പരമേശ്വാസ അവിടെ പറയുന്നത് കാശി രാജാവ് എന്ന് പറഞ്ഞാൽ വളരെ വില്ലാളി വീരൻ, അമ്പയത്തില് മിടുക്കനായ ഒരു രാജാവായിരുന്നു കാശി രാജാവ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ശിഖണ്ഡിയുടെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും. അംബിക, അംബാലിക മൂന്ന് റാണിമാരെ കൊണ്ടുവരുന്ന സമയത്ത്, ഭീഷ്മർ കൊണ്ടുവരുന്ന സമയത്ത് അംബ പറയുന്നത് അവർക്ക് തിരിച്ചു പോകണം അല്ലെ. സാലു രാജാവുമായിട്ട് താൻ പ്രണയത്തിലാണ്, അപ്പൊ തനിക്ക് തിരിച്ചു പോകണം രാജാവിന്റെ അടുത്ത് എന്ന് പറയുന്ന സമയത്ത് ഭീഷ്മർ അവരെ തിരിച്ചയക്കുകയും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അംബയെ അദ്ദേഹം സ്വീകരിക്കാതിരിക്കുകയും അംബ തിരിച്ചു വരികയും അത് തിരിച്ച് ഇവിടെ ഹസ്തിനപുരത്തും ആ ഒരു അംബ എന്ന റാണിയെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴേ ഭീഷ്മരോട് വിവാഹം കഴിക്കാൻ അംബ അഭ്യർത്ഥിക്കുന്നു. പക്ഷെ ഭീഷ്മരാണെങ്കിലോ ഭീഷ്മ പ്രതിജ്ഞ എടുത്തത് കാരണം തന്റെ ആ ഒരു നൈഷ്ഠിക ബ്രഹ്മചര്യം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അത് കാരണം അംബ അദ്ദേഹത്തെ ശപിച്ച് തിരിച്ചു പോവുകയും അടുത്ത ജന്മമെടുത്ത് ഉടൻ തന്നെ മടങ്ങി വരുന്ന അംബ ശിഖണ്ഡിയായി വരികയും ചെയ്യുന്നതാണ്. ഈ കഥ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞത്. അപ്പോ അംബയുടെ പുനർജന്മമാണ് ആര്? ശിഖണ്ഡി അല്ലെ. ശിഖണ്ഡി എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് വരുന്നത്. ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരു ഹിജഡയായിട്ടാണ് വരുന്നത്. നപുംസകത്തിലാണ് വരുന്നത്. അപ്പോ മഹാരഥ എന്ന് പറഞ്ഞാൽ 10,000 പേരോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിയുന്നവരെയാണ് മഹാരഥന്മാർ എന്ന് പറയുന്നത്. 10,000 ആളുകളോടൊപ്പം ഒരേ സമയത്ത് നിന്ന് ഒറ്റ ആൾക്ക് തന്നെ യുദ്ധം ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ളവര് മഹാരഥ. അപ്പൊ ഇവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണെന്ന് വിശേഷണം പറയുന്ന വിശേഷിപ്പിച്ച് ഇവിടെ പറയാണ്. ഈ മഹാരഥന്മാരെല്ലാവരും എന്ത് ചെയ്തു? അവസാനം പറയുന്നു പൃഥക് അവരെല്ലാവരും ശംഖാൻ ദത്മൗ, അവരെല്ലാം പ്രത്യേകം അവരവരുടെ ശംഖുകൾ മുഴക്കി. ഇനിയും ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അതാണ് ദൃഷ്ടദ്യുമ്നൻ ആരാണ്? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ദൃഷ്ടദ്യുമ്നൻ? ഹരേ കൃഷ്ണ. പാഞ്ചാലിയുടെ സഹോദരൻ ദ്രുപദപുത്രൻ. അതെ, പാഞ്ചാലിയുടെ സഹോദരനാണ് ദൃഷ്ടദ്യുമ്നൻ. ഇനി വേറൊരു പോയിന്റ് പറയൂ ദൃഷ്ടദ്യുമ്നനെ കുറിച്ച്. മറ്റേ പറയൂ, ഒരാൾ മാത്രം പറയണ്ട, ഒരാളുകളും പറയൂ. ദ്രുപദപുത്രനാണ്. ഓക്കെ, വേറൊരു പോയിന്റ്. പ്രധാനമായിട്ടും ഈ യുദ്ധം നയിക്കുന്നത് ദൃഷ്ടദ്യുമ്നനല്ലേ മാതാജി? പാണ്ഡവരുടെ സൈന്യാധിപനായിട്ടുള്ളത് കമാൻഡർ ഇൻ ചീഫ് ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. ഹരികൃഷ്ണ, ഓർമ്മയുണ്ട് എല്ലാവർക്കും. വിരാട രാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് പാണ്ഡവര് അജ്ഞാതവാസത്തിലായിരുന്ന സമയത്ത് വിരാട രാജ്യത്തായിരുന്നു താമസിച്ചിരുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ രാജാവ് വിരാടൻ. ഇനി സാത്യകി എല്ലാവർക്കും അറിയാം അല്ലെ, നാരായണസേനയിലുള്ളതാണ് സാത്യകി. അപ്പോ അങ്ങനെ എല്ലാവരും സാത്യകിശ്ച അപരാജിത, സാത്യകി പ്ലസ് ച എന്ന് പറയുമ്പോഴ് സാത്യകിശ്ച എന്ന് വരും. ഇനി അവിടെ
ആന്നുണ്ട്. ആന്ന് പറയുമ്പോഴത്തേക്ക് അപരാജിത എന്നാണ് അവിടെ വരുന്നത് കേട്ടോ. ചേർത്ത് വായിക്കുമ്പം സാത്വികിശ്ചാപരാജിത എന്ന് പറഞ്ഞാല് സാത്വികിശ്ച പ്ലസ് അപരാജിത. അപ്പൊ രണ്ട് ഒന്ന് അവസാനിക്കുന്ന ആയും തുടക്കത്തിലുള്ള ആയും കൂടെ ചേർത്ത് എന്നുള്ളത് വരുന്നത്. അപ്പൊ അവിടെ അപരാജിത, അതാണ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ അപരാജിത മീൻസ് എന്താണ്? പരാജയപ്പെടുത്താനേ കഴിയില്ല, ഇവരെ ആരെയും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് അവിടെ അപരാജിത എന്നുള്ളത് പറയാം. ഇനി പറയുന്നത് സാത്വികി കഴിഞ്ഞ് ചാപ പറഞ്ഞിട്ട് പിന്നെ രാജിത എന്നെടുക്കാം നമുക്ക്. സംസ്കൃതത്തിന്റെ ഒരു മഹത്തായ ഒരു ഇതാണ്. അതിന്റെ വ്യാഖ്യാനം പറയുന്നത്. വ്യാഖ്യാനം ആചാര്യന്മാര് പറയുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ട് പറയുമ്പോ ചാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വില്ല്. വില്ല്. ഇനി രാജിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, അങ്ങനെയും എടുക്കാം. ഈ എല്ലാവരും വില്ലുകൾ കൊണ്ട് അവര് ശോഭിക്കുന്നവര് എന്ന് വെച്ചാൽ അവര് വില്ലാളി വീരന്മാരാണ് എന്നുള്ളൊരർത്ഥത്തിലും അവിടെ വ്യാഖ്യാനമായിട്ട് എടുക്കാം. ചാപരാജിത. അടുത്തത് പറയുന്നത് ശ്ലോകത്തില് ദ്രുപദോ ദ്രൗപദേയാശ്ച, ദ്രുപദൻ പിന്നെ ദ്രൗപദേയ, ദ്രൗപദിയുടെ പുത്രന്മാര്. ദ്രുപദ എന്ന് പറഞ്ഞാല് ദ്രൗപദിയുടെ അച്ഛനാണ് ദ്രുപദൻ അല്ലെ. പിന്നെ ദ്രൗപദിയുടെ പുത്രന്മാര്, പിന്നെ സർവശഃ എല്ലാവരും, ഇവരെല്ലാവരും തന്നെ കുറെ പേരുടെ പേരുകൾ പറഞ്ഞു. പൃഥ്വീപദേ, ഇവിടെ നമുക്ക് ധൃതരാഷ്ട്രരെ പറഞ്ഞിരിക്കുന്ന പേരാണ്. അദ്ദേഹത്തെ പറയാണ് പൃഥ്വീപദേ. ഈ പൃഥ്വിയുടെ രാജാവ്, ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അധികാരമാർക്കാണ്? ഇപ്പോ ധൃതരാഷ്ട്രക്കാണ്. അപ്പൊ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറയുകയാണ് അവിടെ പൃഥ്വിപദേ, ഇത്രയും പേരെന്ത് ചെയ്യുന്നു അവിടെ കുരുക്ഷേത്ര യുദ്ധത്തില് അവരെ ശംഖുമൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാണ്. അടുത്തത് ആരൊക്കെയാണെന്നുള്ളത് വീണ്ടും പറയുന്നു. സൗഭദ്ര എന്ന് പറഞ്ഞാല് സുഭദ്രയുടെ പുത്രൻ. ആരാണ് സുഭദ്രയുടെ പുത്രൻ? അഭിമന്യു അല്ലെ, അഭിമന്യു. അപ്പൊ ഇവരെല്ലാവരും മഹാബാഹുക്കളാണ്. ഇവരെല്ലാവരും തന്നെ ശംഖം മുഴക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശംഖങ്ങളുടെ പേരുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ പൃഥ്വിപദേ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ദുർബുദ്ധിയായ ധൃതരാഷ്ട്രരാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ടാണ് അവിടെ സഞ്ജയൻ അദ്ദേഹത്തെ ഒന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിപദേ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആദ്യം പറഞ്ഞു രാജാ കുന്തിപുത്രോ. ആരാണ് രാജാവായി ഇനി വരാൻ പോകുന്നത്? യുധിഷ്ഠിരനാണ്. അപ്പോ ഇവിടെ ഇപ്പൊ രാജസ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല യുധിഷ്ഠിരനെ, എങ്കിൽ പോലും അവിടെ സഞ്ജയൻ യുധിഷ്ഠിരനെ എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? രാജ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അനന്ത വിജയം രാജാവായ യുധിഷ്ഠിരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ. ഇനി ഇവിടെ പൃഥ്വിപദേ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ധൃതരാഷ്ട്രക്ക് ഒരു ദേഷ്യം വരണ്ട അല്ലെ. യുധിഷ്ഠിരനെ എന്തായാലും രാജാവെന്ന് അഭിസംബോധന പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇനി ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്തെന്തെന്ന് പറഞ്ഞു? പൃഥ്വിപദേ. ഈ പൃഥ്വിയുടെ പതിയാണ് എങ്കിലും ഈ നാശങ്ങൾക്കെല്ലാം റൂട്ട് കോസ് ആയിട്ട്, മൂല കാരണമായിട്ട് വരുന്നത് ആരാണ്? ധൃതരാഷ്ട്രരാണ് എന്നുള്ള ഒരു സൂചന കൂടി അവിടെ സഞ്ജയൻ കൊടുക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം മാതാജിയോട്. മാതാജി, ദൃഷ്ടദ്യുമ്നന്റെ സഹോദരി ഒരു സഹോദരി ഇല്ലയോ? ദൃഷ്ടദ്യുമ്നന്റെ സഹോദരി ഇവിടെ പറഞ്ഞു. ആരാന്ന് ആരോ പറഞ്ഞില്ലേ? ദ്രൗപദി. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കഥ പറഞ്ഞിരുന്നു മാതാജി. ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും വരുന്നത്, ദ്രുപദനും ദ്രോണരും തമ്മിലുള്ള ആ ഒരു ഇതില് കഥ പറഞ്ഞില്ലേ? ദ്രൗപദിയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവച്ച സുഘോഷോ മണിപുഷ്പകൗ. ശ്ലോകം 17. കാശ്യച്ച പരമേശ്വാസ ചിഹണ്ഡീച്ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടച്ച സാത്വികീച്ച പരാജിത. ദ്രുപദോ ദ്രൗപദേയച്ച സൗവസ്യ പൃഥിവീപദേ സൗഭദ്രച്ച മഹാബാഹോ ശംഖാം ദബ്നോ പ്രദക്. ഹരേ കൃഷ്ണ. ചെയ്യും. പ്രധാന കെട്ടിടമായ മായാപ്പൂർ ചന്ദ്രോദയ മന്ദിരം എന്ന മഹാസൗധം 300 അടിയിൽ കുറയാതെ ഉയരമുള്ളതും
കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്നതുമായിരിക്കും. പ്രഭുപാദരുടെ വിവരണം ഭക്തന്മാരെ മാത്രമല്ല വാസ്തുശില്പികളെ പോലും ആശ്ചര്യപരതന്ത്രരാക്കി. അത് US ഗവൺമെന്റ് മന്ദിരത്തെക്കാളും സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തെക്കാളും ഗംഭീരമായിരിക്കുമെന്ന് തോന്നി. ക്ഷേത്രത്തിന്റെ മധ്യമകുടം പ്രപഞ്ചത്തിന്റെ ഒരു ത്രിമാന മാതൃക ഉൾക്കൊള്ളുന്നതായിരിക്കും. അതിന്റെ രൂപശില്പം വേദങ്ങളിലെ വിവരണങ്ങൾക്ക് അനുസൃതമായതും ഭൗതിക പ്രപഞ്ചത്തെ മാത്രമല്ല ആധ്യാത്മിക പ്രപഞ്ചത്തെയും ചിത്രീകരിക്കുന്നതും ആയിരിക്കും. പ്രധാന ഹാളിൽ കടന്ന് മുകളിലേക്ക് നോക്കുന്ന ഒരാൾക്ക് വിവിധ ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്ന ക്രമത്തിൽ കാണുമാറാകും. ഏറ്റവും താഴെയായി അധോലോകങ്ങളും പിന്നെ ഭൂമി ഉൾപ്പെടുന്ന മധ്യലോകങ്ങളും ദേവന്മാർ വസിക്കുന്ന ഊർധ്വലോകങ്ങളും പിന്നെ ഭൗതിക പ്രപഞ്ചത്തിലെ പരമോന്നത ലോകമായ ബ്രഹ്മലോകവും. ബ്രഹ്മലോകത്തിന് മുകളിലായി ശിവന്റെ വാസസ്ഥാനവും അതിന് മുകളിലായി ആധ്യാത്മിക ലോകം അഥവാ ബ്രഹ്മജ്യോതിസും ആ ജ്യോതിസാകുന്ന ആധ്യാത്മിക ജ്യോതിസിനുള്ളിൽ ശാശ്വത മുക്തി നേടിയ ജീവാത്മാക്കൾ അധിവസിക്കുന്ന സ്വയം പ്രകാശിതമായ വൈകുണ്ഠ ലോകങ്ങളും ഉണ്ടാകും. ഭഗവാൻ തന്റെ പരമഭക്തന്മാരോടൊത്ത് ആധ്യാത്മിക ലീലകളാടുന്ന പരമോന്നത ലോകമായ കൃഷ്ണലോകമായിരിക്കും ഏറ്റവും മുകളിൽ. ക്ഷേത്രത്തിനുള്ളിൽ ശീലകളാലും വെള്ളിയും സ്വർണവും രത്നങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്തംഭങ്ങളാലും വലയിതരായി രാധാകൃഷ്ണന്മാർ വാസം ചെയ്ത് അരുളുന്ന രാജകീയ ധാമത്തിന്റെ ഒരു ചെറു മാതൃകയും ഉണ്ടാവും. മായാപൂർ ചന്ദ്രോദയ മന്ദിരവും മായാപൂർ നഗരവുമായിരിക്കും ഇസ്കോണിന്റെ ആഗോള തലസ്ഥാനം. ഇതുപോലെ അതിബൃഹത്തായ ഒരു അത്യത്ഭുത ശില്പം എന്തുകൊണ്ട് ലോകത്തിന്റെ ഇത്രമാത്രം അപ്രധാനമായ ഒരു ഭാഗത്താകണം? ഇതിന് മറുപടിയായി മായാപൂർ യഥാർത്ഥത്തിൽ അപ്രധാനമല്ലെന്നും ഐഹികമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുവെന്നേ ഉള്ളൂ എന്നും പ്രഭുപാദർ വിശദീകരിച്ചു. ഐഹികമായ വീക്ഷണത്തിൽ കേന്ദ്രസ്ഥമായത് വിദൂരസ്ഥമായി തോന്നുന്നു. ആത്മാവും പുനർജന്മവും വിദൂരസ്ഥമായി തോന്നുകയും അതേസമയം ശരീരവും താത്കാലികമായ ഇന്ദ്രിയ സുഖഭോഗങ്ങളും കേന്ദ്രസ്ഥിതമെന്ന് തോന്നുകയും ചെയ്യുന്നു. മാനുഷിക പരിജ്ഞാനത്തിനായുള്ള ക്ഷേത്രം മായാപൂരിൽ സ്ഥാപിക്കുക വഴി ശ്രീല പ്രഭുപാദർ ഭൗതിക സുഖ ആസക്തമായ ലോകത്തിന്റെ ശ്രദ്ധ യഥാർത്ഥമായ കേന്ദ്രസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരികയാവും ചെയ്യുക. ആത്മാർത്ഥതയുള്ള ഏതൊരു സന്ദർശകനും ഇസ്കോണിന്റെ മായാപൂർ പ്രോജക്റ്റിനാൽ ആകർഷിക്കപ്പെടും. വാസ്തവത്തിൽ ആധ്യാത്മിക ലോകം ഇവിടെയാണ് എന്ന് കണ്ടറിയുകയും ചെയ്യും. മായാപൂരിൽ ജീവിക്കുന്ന ഭക്തന്മാർ ഹരേ കൃഷ്ണ കീർത്തന ആലാപനത്തിനും കൃഷ്ണ അവബോധ തത്വശാസ്ത്ര ചർച്ചയിലും സ്ഥിരമായി കഴിയുന്ന വഴി ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളാണ് പരമോന്നത സത്യം എന്ന് ഏതൊരു ബുദ്ധിശാലിയായ സന്ദർശകനെയും ബോധ്യപ്പെടുത്തുവാൻ ശക്തമാകും. ഭക്തന്മാർ പരമസത്യത്തിന്റെ തത്വശാസ്ത്രം വിശദമാക്കുകയും അത് സന്ദർശകരെ വിഭാഗീയ മതാനുശാസനങ്ങൾക്ക് അപ്പുറത്തുള്ള യഥാർത്ഥമായ ആധ്യാത്മിക സത്യം ഗ്രഹിക്കുവാൻ പ്രാപ്തരാകുകയും ചെയ്യും. അതിനും പുറമെ തുടർച്ചയായ ഹരേ കൃഷ്ണ കീർത്തനവും വൈവിധ്യമേറിയ ശ്രീകൃഷ്ണ സേവനങ്ങളിൽ വ്യാപൃതരായി പരമാനന്ദം അനുഭവിക്കുന്ന ഭക്തന്മാരും ഭക്തിയോഗമാണ് ഭഗവാനെ ധ്യാനിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും ഋജുവുമായ മാർഗമെന്ന് പ്രായോഗിക തലത്തിൽ കാട്ടിക്കൊടുക്കുകയും ചെയ്യും. ഇസ്കോണിന്റെ മായാപൂർ നഗരത്തിൽ താമസിക്കുമ്പോൾ ഒരുവൻ പെട്ടെന്നു തന്നെ ഭഗവാന്റെ ഒരു ഭക്തനായി തീരുകയും ഹർഷോന്മാദത്തോടെ കീർത്തനം ചെയ്യുവാനും നൃത്തം ചെയ്യുവാനും തുടങ്ങുകയും ചെയ്യും. ഭക്തിയോഗത്തിലൂടെ ഭൗതിക വസ്തുക്കളുടെ പരമദിവ്യോത്തമ മഹാപുരുഷനായ കൃഷ്ണനുമായി കൂട്ടി ഇണക്കുക വഴി എങ്ങനെ ആധ്യാത്മികത കൈവരിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രഭുപാദർ. അത്തരം ആധ്യാത്മിക നേട്ടങ്ങൾ എന്തുകൊണ്ട് ഭൗതികവാദികളുടെ നേട്ടങ്ങളെ വെല്ലുന്നതായിക്കൂടാ? ശ്രീല പ്രഭുപാദർ ഇന്ത്യയിൽ മടങ്ങി വന്ന് ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ച് ധർമ്മ പ്രബോധനം നടത്തി വരികയായിരുന്നു. ന്യൂഡൽഹിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന വിജയകരമായ ഒരു പന്തൽ മഹോത്സവത്തിനു ശേഷം അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ വൃന്ദാവനത്തിലേക്ക് ഒരു ഹ്രസ്വകാല പര്യടനത്തിനായി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ധർമ്മ പ്രചാരണ യാത്രയ്ക്കിടയിൽ അദ്ദേഹം അമൃത്സർ, സൂററ്റ്, ഇൻഡോർ, ഗോരഖ്പൂർ, അലഹബാദ്, ബനാറസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ വൃന്ദാവനം സന്ദർശിക്കുകയുണ്ടായില്ല. തന്റെ ഒട്ടേറെ ശിഷ്യന്മാർ
മഹോത്സവത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഒത്തുകൂടിയിരുന്നതിനാൽ സമീപസ്ഥമായ വൃന്ദാവനത്തിലേക്ക് ഒരു യാത്ര നടത്തുവാൻ പറ്റിയ അവസരമാണ് അതെന്ന് പ്രഭുപാദർ കരുതി. പ്രഭുപാദർ വൃന്ദാവനത്തിലെത്തിയപ്പോൾ CGL സറഫ് എന്ന ആൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കാര്യദർശിമാരെയും കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീജനങ്ങളെയും തന്റെ വീടായ സറഫ് ഭവനിൽ താമസിപ്പിച്ചു. ശേഷിച്ച ഭക്തന്മാർ അടുത്തുള്ള ഒരു ധർമ്മശാലയിൽ താമസിച്ചു. പ്രഭുപാദർ വൃന്ദാവനത്തിൽ എത്തിയത് തീർത്ഥാടനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഇസ്കോണിന് വേണ്ടി കുറെ സ്ഥലം വാങ്ങാൻ കൂടിയായിരുന്നു. 1967 അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നത് ആരോഗ്യം വീണ്ടെടുക്കാനായിരുന്നു. എങ്കിലും അന്നും അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വൃന്ദാവനത്തിൽ കുറെ സ്ഥലം ലഭ്യമാക്കുന്നതിനായി അന്വേഷണം നടത്തുകയുണ്ടായി. ഒരു അമേരിക്കൻ ഹൗസ്, അതായത് തന്റെ ശിഷ്യന്മാർക്ക് വൃന്ദാവനത്തിലെ മാതൃകാപരമായ അന്തരീക്ഷത്തിൽ താമസിച്ചുകൊണ്ട് കൃഷ്ണാവബോധ സംസ്കാരത്തിൽ പരിശീലനം നേടിയ ശേഷം പുറത്തുപോയി ധർമ്മപ്രചാരണം നടത്തുവാൻ ഉതകുന്ന ഒരു കേന്ദ്രം സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. തന്റെ അമേരിക്കൻ ഹൗസ് സ്ഥാപിക്കുവാനുള്ള സാധ്യത കാണാതെ 2 മാസം അവിടെ ചെലവഴിച്ച ശേഷം അദ്ദേഹത്തിന് മടങ്ങിപ്പോവേണ്ടി വന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം വൃന്ദാവനത്തിൽ വന്നെത്തിയിരിക്കുന്നത് രാധാകൃഷ്ണന്മാരുടെയും വൃന്ദാവനത്തിന്റെയും മാഹാത്മ്യം പാശ്ചാത്യ ദേശത്ത് പ്രചരിപ്പിക്കുന്നതിൽ കീർത്തി നേടിയ ആ നഗരത്തിന്റെ സുപ്രസിദ്ധനായ പ്രതിപുരുഷൻ എന്ന നിലയിലാണ്. പ്രഭുപാദരും അദ്ദേഹത്തിന്റെ വൈദേശിക ശിഷ്യന്മാരും നഗരങ്ങൾ തോറും സഞ്ചരിച്ച് കീർത്തനങ്ങൾ നടത്തുകയും ശ്രീമദ് ഭാഗവതത്തെ ആധാരമാക്കി പ്രഭാഷണങ്ങൾ നടത്തുകയും പടിഞ്ഞാറൻ നാടുകളിലെ കൃഷ്ണാവബോധത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തിരുന്നതിനാൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ വിജയകഥകൾക്ക് ഇന്ത്യയിൽ വ്യാപകമായ പ്രചാരം ലഭിച്ചിരുന്നു. അതിനാൽ പ്രഭുപാദർ തന്റെ 40 ശിഷ്യന്മാരുമൊത്ത് വൃന്ദാവനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ പട്ടണത്തിൽ ആകെ വലിയ സ്വീകരണം ലഭിച്ചു. ആ സ്ഥലം രമണരേതിയിലായിരുന്നു. വൃന്ദാവനത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ആ സ്ഥലം വൃന്ദാവനത്തിലേക്കുള്ള ഒരു പ്രധാന പെരുവഴിയും ആഗ്രയിലെയും താജ്മഹലിലേക്കുമുള്ള ഒരു വാഹന ഗതാഗത മാർഗവുമായ ചറ്റിക്കാര റോഡിലാണെന്ന് പ്രഭുപാദർ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ഭൂമി ആണ്ടുതോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളും പുണ്യഭൂമികളും ദർശിച്ചുകൊണ്ട് വൃന്ദാവനത്തെ പ്രദർശനം ചെയ്ത് സഞ്ചരിക്കുന്ന വൃന്ദാവന പരിക്രമ പഥത്തിന് സമീപവുമായിരുന്നു. രമണരേതി മനോഹരമായ മണൽ എന്നാണ് അർത്ഥം. ഏതാനും ആശ്രമങ്ങളോടും ഉപേക്ഷിക്കപ്പെട്ട കൃഷിനിലങ്ങളോടും കൂടിയ ഒരു വനപ്രദേശമായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനും ബലരാമനും അവരുടെ കൂട്ടുകാരായ ഗോപബാലന്മാരും ലീലകളാടിയിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രിയപ്പെട്ട സ്ഥലമെന്ന് കേൾവി കേട്ട രമണരേതി വൃന്ദാവനത്തിന്റെ സവിശേഷതയായ ഭഗവത് ഭക്തി ധാരാളമായിട്ടുള്ള പ്രദേശമായിരുന്നു. നഗരാധികൃതർ ഭൂമി സൗജന്യമായി കൊടുക്കുമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ പലരും പറഞ്ഞിരുന്നു. എങ്കിലും മിസ്റ്റർ എസിന്റെ വാഗ്ദാനമാണ് പ്രഭുപാദർ ഗൗരവപൂർവ്വം പരിഗണിച്ചത്. മറ്റു സന്യാസിമാർ ആ ഭൂമി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും താനും തന്റെ ഭാര്യയും ഒരു തീരുമാനമെടുത്തിരുന്നില്ല എന്ന് മിസ്റ്റർ എസ് പറഞ്ഞു. അവിടെ എത്രയും പെട്ടെന്ന് ഒരു രാധാകൃഷ്ണ ക്ഷേത്രം പണികഴിപ്പിക്കുന്ന ഒരു കൂട്ടർക്ക് അത് കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്ന് പ്രഭുപാദർ ഉറപ്പ് കൊടുത്തപ്പോൾ ഭൂമി അദ്ദേഹത്തിന് നൽകുന്നതാണെന്ന് മിസ്റ്റർ എസ് പ്രതിജ്ഞ ചെയ്തു. പ്രഭുപാദർ അത്തരം വാഗ്ദാനങ്ങൾ മുമ്പും കേട്ടിരുന്നു. അവർ മിക്കപ്പോഴും നിരർത്ഥകരമായെന്ന് കലാശിച്ചിരുന്നത്. എന്നാൽ ഈ വാഗ്ദാനം യഥാർത്ഥമാണെന്ന് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീമാൻ എസുമായി ഒരു കൈമാറ്റ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ചു. 1965 മുതൽ 1970 വരെ പ്രഭുപാദർ അമേരിക്കയിൽ കൃഷ്ണാവബോധം സുസ്ഥാപിതമാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അമേരിക്ക കൃഷ്ണാവബോധം സ്വീകരിച്ചാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളും ആ മാർഗം പിന്തുടരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനങ്ങളോടുള്ള ധർമ്മോപദേശം ആരംഭിച്ചത് ഇന്ത്യയിലായിരുന്നു. എങ്കിലും അവിടുത്തെ 60ഓളം വർഷങ്ങളിലെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം ഇന്ത്യക്കാർ കൃഷ്ണാവബോധം ഗൗരവബുദ്ധിയോടെ സ്വീകരിക്കുവാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യാപൃതരോ സ്വന്തം പൈതൃകത്തെക്കുറിച്ച് അജ്ഞരോ ദാരിദ്ര്യത്താൽ അവശരോ ആണെന്ന നിഗമനത്തിൽ അദ്ദേഹത്തെ എത്തിച്ചു. അതിനാൽ അദ്ദേഹത്തിന് അതിൽ വിജയം ഉണ്ടായില്ല. എന്നാൽ അമേരിക്കൻ ഐക്യനാടുകളിൽ വിജയം കരഗതമായി.
വ്യക്തമായും കൃഷ്ണാവബോധം പ്രയോഗത്തിൽ വരുത്തുന്നതിന് ഏറ്റവും പറ്റിയ സ്ഥലം അമേരിക്കയായിരുന്നു. എന്നാലും പാശ്ചാത്യ ദേശം സംസ്കാര ശൂന്യവും അപരിഷ്കൃതവുമാണെന്ന് പ്രഭുപാദർ കണ്ടു. സംസ്കാരത്തിന്റെ ഒരു ചെറിയ അംശം എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എങ്കിൽ അതായത് വൈദിക സംസ്കാരത്തിന്റെ ജന്മദേശമായ ഇന്ത്യയിലാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ വിശേഷിച്ച് ഇന്ത്യയിൽ സ്ഥാപിതമാക്കുവാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് 1970-കളിൽ അദ്ദേഹം തന്റെ വിപുലമായ യാത്രകളും ധർമ്മപ്രചാരണവും മുഖേന പ്രകടമാക്കിയിരുന്നു. അമേരിക്കയിലെ ധർമ്മപ്രചാരണവും ഇന്ത്യയിലെ ധർമ്മപ്രചാരണവും തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് സമ്മതിച്ചാൽ തന്നെയും അമേരിക്കയിലെ ധർമ്മപ്രചാരണം പ്രഭുപാദരുടെ തുടരെയുള്ളതും നേരിട്ടുള്ളതുമായ കാര്യനിർവഹണം കൂടാതെ തന്നെ നന്നായി നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങിവെച്ചത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അമേരിക്കൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ ഇസ്കോണിന്റെ നോക്കി നടത്തിപ്പ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുവാൻ പ്രഭുപാദർക്ക് കഴിയുമായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് തന്റെ ശിഷ്യന്മാരെ എത്ര സാധാരണമായും അനായാസയുമായാണ് വഞ്ചിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വഞ്ചിക്കപ്പെടുന്നത് നിമിത്തം ഇന്ത്യയിലെ ഇസ്കോണിന്റെ പ്രവർത്തനത്തിൽ പകുതിയോളം നിഷ്ഫലമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പന്തൽ പരിപാടി നടത്തുമ്പോൾ അവർക്ക് സാധാരണ ചെലവിന് അനേക മടങ്ങ് ചെലവ് ചെയ്യേണ്ടി വന്നേക്കും. പ്രഭുപാദരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മാത്രമേ ഇന്ത്യയിൽ ഇസ്കോണിന് വികാസം പ്രാപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ.